എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 27 അപ്പോൾ ഞാൻ അത് എടുക്കാനുണ്ടായ ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ VFS അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം ഞാൻ അങ്ങനെ പതുക്കെയാണ് പോകുന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ രണ്ട് സൈഡും നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ ഒരാളുടെ സൈഡ് കയ്യിലിങ്ങനെ തട്ടിക്കഴിയുമ്പം ഞാനിങ്ങനെ മിററിൽ കൂടി നോക്കി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ വണ്ടി വീണ്ടും മൂവ് ചെയ്ത് കുറച്ചുകൂടെ ലെഫ്റ്റിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ചെന്ന് എത്തുന്ന ഒരു പള്ളിയുടെ മുന്നിലായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട് അടുത്തുള്ള പള്ളിയിൽ. അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു. ആ ദിവസമായിരുന്നു എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ദിവസം. അപ്പോൾ ഞാൻ അവിടെ തന്നെ പാർക്ക് ചെയ്ത് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തു. കുർബാനയ്ക്ക് കയറി. അപ്പം കുർബാനയ്ക്ക് കയറി അകത്ത് കയറാറില്ല ഞാൻ പള്ളിയിൽ ഒരിക്കലും, കാരണം വെളിയിൽ നിന്നാണ് കാണുന്നത്. കണ്ടിട്ട് എല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് ഈ പുള്ളിയെ വീണ്ടും ഞാൻ മീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പുള്ളി എൻ്റെ അടുത്ത് വന്നു. ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ആലപ്പുഴ ഒരു പള്ളിയുണ്ട് മോനെ, വലിയൊരു പള്ളിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങനൊരു പള്ളി, ഞാൻ എറണാകുളം മിക്കവാറും പോകാറുണ്ട്, ഞാൻ ഇങ്ങനൊരു പള്ളി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, മോനെ നീ തീർച്ചയായും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരുന്ന വഴി തിരിച്ച് എൻ്റെ എല്ലാം കഴിഞ്ഞു, പേപ്പർ അതെല്ലാം സബ്മിറ്റ് ചെയ്തു, പാസ്പോർട്ടൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ വരുന്ന വഴിക്കാണ് ഇവിടെ കയറി ഫ്രണ്ടിൽ വന്ന് മാത്രം ഞാൻ അമ്മയടുത്ത് വന്ന് തൊഴുതിട്ട് തിരിച്ചു പോവാണ്. തിരിച്ച് വീട്ടിൽ പോയിട്ട് തിരിച്ച് അന്ന് തന്നെ എനിക്ക് നൈറ്റിൽ തോന്നി പിറ്റേ ദിവസം ഇവിടെ വരണമെന്ന്. പിറ്റേ ദിവസം തന്നെ വീണ്ടും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫാമിലിയായിട്ടാണ് വരുന്നത്. പക്ഷേ കുഞ്ഞ് ഉണ്ടായതുകൊണ്ട് അവൾ കരച്ചിലായിരുന്നു. അതുകൊണ്ട് വൈഫ് മോനും കൂടെ അവിടെ ഇരുന്നു, കാറിൽ തന്നെ ഇരുന്നു. ഞാൻ അകത്ത് കയറി എൻട്രൻസിൽ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. മുല്ലപ്പൂൻ്റെ നല്ല മണമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു വല്ലോ ഡിസ്പെൻസർ കാണാം സെറ്റ് ചെയ്തിട്ടായിരിക്കും എയർ ഫ്രഷറിൻ്റെ. ഞാൻ നോക്കി 4 സൈഡ് എന്താണ് ഇങ്ങനൊരു മുല്ലപ്പൂൻ്റെ ഒരു മണം വരുന്നതെന്ന്. എന്നിട്ട് ഇവിടെ എല്ലാം നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ ഇരുന്നു. അകത്ത് കയറിയില്ല, വെളിയിരുന്ന് തന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ അങ്ങനെ ക്യൂവിലിങ്ങനെ ഒരുപാട് പേരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോയി ക്യൂവിൽ നിന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. കൂടെ നിന്നവരോട് തന്നെ ചോദിച്ചു എന്താണ്. അപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉടമ്പടി എടുത്തു. 90 ദിവസം എല്ലാം രാവിലെയും വൈകിട്ടും എഴുന്നേറ്റ് ഞാൻ തിരികെ എത്തിക്കും എന്നല്ലാണ്ട് ഉടമ്പടി നിബന്ധനകളൊന്നും ഞാൻ പാലിക്കുന്നില്ലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് കറക്റ്റായിട്ട് കേട്ടിട്ടില്ല. അകത്ത് പോയിരുന്നു, അച്ഛൻ്റെ പ്രയറെല്ലാം ഞാൻ പ്രയറൊക്കെ കറക്റ്റായിട്ട് കേട്ടു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും അവിടെ വന്ന് ചേച്ചിമാരുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് കേട്ടില്ല. ഞാൻ മോനെ കൊണ്ട് വെളിയിലോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും പിന്നെ കറക്റ്റ് എങ്ങനെ പാലിക്കേണ്ടതെന്ന് പറയും. ഞാൻ ഒരു നോൺ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്കത് അറിയത്തുമില്ല. ഞാൻ പക്ഷേ പ്രാർത്ഥന രാവിലെ വൈകിട്ടും ചെല്ലാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 90 ദിവസം ഞാനപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ സാക്ഷ്യം കാണും. സാക്ഷ്യം കണ്ടപ്പോഴാണ് ഓരോരുത്തരെയും അമ്മ എങ്ങനെയാണ് ഒരുക്കുന്നതെന്ന് എനിക്ക് വ്യക്തമാക്കി. കാരണം 90 ദിവസം എടുത്ത് തന്നെ എൻ്റെ അമ്മ എന്നെ ഒരുക്കാൻ എന്നാൽ രീതി എങ്ങനെ ഒരു ഉടമ്പടി എടുക്കണമെന്ന് അമ്മ കറക്റ്റായിട്ട് എന്നെ കാണിച്ചു, എന്നെ പഠിപ്പിച്ചു. അങ്ങനെ അത് 90 ദിവസം ഫസ്റ്റ് ഞാൻ VFS അപ്പോയിൻമെൻറ്റ് ചെയ്ത് റിജക്ഷൻ ആവുമായിരുന്നു. അത് വന്ന് ഈ 90 ദിവസം ആകുമ്പോൾ കറക്റ്റായപ്പം എൻ്റെ രജിസ്ട്രേഷൻ പേപ്പർ എനിക്ക് പാസ്പോർട്ട് തിരിച്ചു കിട്ടി, വിസ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വന്നു. ആ ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. ഞാൻ ന്യൂസ് പേപ്പർ അവിടെ പത്രം പോലും ഞാൻ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ 15 ദിവസം 20 ദിവസം കഴിഞ്ഞാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിലെ പത്രം കൊടുത്തത് തന്നെ. അത് കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഉഴപ്പില്ല അമ്മ കറക്റ്റായിട്ട് തന്നെ എനിക്ക് കറക്റ്റൊരു റൂട്ട് കാണിച്ചാണ്, നീ ഇങ്ങനെ പോയാൽ മതിയെന്ന് എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒന്ന് വിലയിരുത്തി എനിക്ക് എന്താണ് പ്രശ്നങ്ങൾ. അമ്മ അപ്പോൾ കറക്റ്റായിട്ട് അച്ഛൻ്റെ ഡോക്സാലും
കറക്റ്റായിട്ട് എന്നെ ഈ ക്യാമറയിലോട്ട് നോക്കുക തന്നെ എനിക്ക് പറഞ്ഞു തരും, നീ ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ വീണ്ടും ലെവലാക്കി എന്നെ കറക്റ്റായിട്ട് ഒരു ഉടമ്പടി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കറക്റ്റായിട്ട് ഞാൻ പാലിച്ച് രണ്ടാമത്തെ സബ്മിഷൻ കഴിഞ്ഞു. എനിക്ക് അങ്ങോട്ട് 8 മന്താണ് അവരുടെ പ്രോസസ്സിങ് ടൈം പറഞ്ഞതെങ്കിൽ പോലും ഒരു 90 ദിവസത്തിനുള്ളിൽ വീണ്ടും ഞാൻ പുതുക്കാൻ സമയമായപ്പോഴത്തേന് എനിക്ക് വിസ വന്നു. അത് ഞാൻ ഇവിടെ വന്ന് തന്നെയാണ് അമ്മയുടെ അടുത്ത് തന്നെ വന്ന് അത് ഓപ്പൺ ചെയ്യുമെന്നുള്ളത് പറഞ്ഞു. അത് എനിക്ക് വിസ ഉണ്ടായിരുന്നു, അതിൽ മാൾട്ടയിലേക്കായിരുന്നു. എൻ്റെ ഒരു 20 വർഷത്തെ ആഗ്രഹമായിരുന്നു, പഠിച്ചിറങ്ങിയ വർഷമുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ അവിടെ വർക്ക് ചെയ്യണമെന്നും. പക്ഷേങ്കിൽ എൻ്റെ ഫാമിലി കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ആ ഒരു ഫീൽഡ് മുന്നോട്ട് പോയതുകൊണ്ട് IELTS എഴുതാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു റിലേഷനിലുള്ള ആൾ തന്നെയാണ് ഇത് എനിക്ക് കണക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞൊരു 6 കൊല്ലം ഗൾഫിലായിരുന്നു. ആ ഗൾഫിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ പഠിച്ചിറങ്ങിയ ഹോട്ടൽമാനിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും എന്നെ അമ്മ നിർത്തിയത് ഓപ്പറേഷനിലായിരുന്നു കൊണ്ട് നിർത്തിയത്. അവിടുത്തെ ഏറ്റവും ടോപ്പായിട്ട് തന്നെ എന്നെ അവിടെ കൊണ്ട് നിർത്തി. അതിനോട് ഞാൻ അമ്മ ഇങ്ങനെ എത്ര പറഞ്ഞാലും എനിക്കറിയത്തില്ല, എനിക്കുള്ള സ്റ്റാഫിനേക്കാൾ ഏറ്റവും ടോപ്പിൽ എനിക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു എനിക്ക് തന്ന എൻ്റെ അമ്മ. എല്ലാം കൊണ്ടും, സാലറി കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ തിരിച്ചു വന്ന് ഞാൻ പുതിയൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഫുള്ള് നഷ്ടമായിരുന്നു. ഉണ്ടായിരുന്ന സമ്പാദ്യം ഫുള്ള് കൊണ്ടിട്ട് അതെല്ലാം പോയി. ആ സമയത്താണ് ഇങ്ങനെ വീണ്ടും റിലേഷൻപ്പെട്ട പുള്ളി ഇങ്ങനെ പറഞ്ഞ, നീ ഇങ്ങനൊരു വിസ നിനക്ക് ഇത് തരും, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് പൈസ എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഓക്കെ പറഞ്ഞു. എങ്ങനെ നടത്തിയെന്നൊന്നും എനിക്കറിയില്ല, അതെല്ലാം അമ്മ തന്നെയാണ് നോക്കിയത്. അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇപ്പോഴും. ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെയും ഞാൻ അകത്ത് കയറാറില്ല. ഈ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ അകത്ത് കയറി. അപ്പോൾ ഇവിടെ കുർബാന നടക്കുന്ന സമയമാണ്. അപ്പോൾ ജ്ഞാനസ്ഥാനമൊന്നും കൂടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് അകത്ത് കയറാൻ തന്നെ. അതെല്ലാ പള്ളിയിലും അങ്ങനെയാണ്. എന്നെ കാണുമ്പോൾ അച്ഛന്മാരിങ്ങനെ കൈ കാണിക്കും, എല്ലാ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ കൈ കാണിക്കും. അപ്പോൾ ഞാൻ അകത്ത് കയറാറില്ല. എന്നെങ്കിലും ദൈവം അനുഗ്രഹിച്ചാൽ അത് ചെയ്യണം. അതിൻ്റെ ഫാമിലിയായിട്ട് തന്നെ ഞാനത് ചെയ്യും. പിന്നെ ഈ ഇവിടെ പ്രയർ കൂടുന്ന സമയത്ത് തന്നെ അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ അകത്ത് പള്ളിക്കകത്താണ് ഇരിക്കുന്നത്, എന്നോട് ക്ഷമിക്കണം. ആ കുർബാന കഴിയുന്നവരെയും അമ്മയുടെ ഒരു സുഗന്ധം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ചെന്ന് കയറുന്നവരെയും ആ ഒരു സുഗന്ധം എൻ്റെ കൂടെ കാറിൽ അതെനിക്ക് അനുഭവപ്പെട്ടു. ഒന്നും ഒരിക്കലും എത്ര പറഞ്ഞാലും അമ്മയോട് തിരുവനോടും രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അസിഡിറ്റിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഫ്രോസൺ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഒരു 10-13 കൊല്ലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഫ്രോസനും ബാക്കിയുള്ള ക്ലൈമറ്റൊക്കെ ആയിട്ട് എനിക്കൊരു അസിഡിറ്റിയുടെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, പക്ഷെ അത് മാറിയിട്ടില്ല. അപ്പോൾ അത് എന്തൊക്കെ കഴിച്ചിട്ടും മാറുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി വസ്തു ഉപയോഗിച്ചു ഞാൻ മോർണിംഗ് പ്രയർ കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് ഉപ്പും തേനും എല്ലാം കൂടി ഇട്ട് കുടിച്ച് എനിക്കത് മാറ്റമുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ പഠിക്കാൻ ഭയങ്കര പ്രകലോട്ടായിരുന്നു, ഭയങ്കര സ്ലോ ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ എപ്പോഴും വിളിച്ച് പറയും. അപ്പോൾ ഇപ്പം അവൻ ഓക്കെയാണ്. അതായത് തേനും കൊടുക്കും, അവന് എല്ലാ ഇതും ചെയ്യും, ആക്റ്റീവാണ്. പിള്ളേർ പഠിക്കാനായാലും ഇപ്പോൾ ഭയങ്കര ഞങ്ങൾ പ്രയർ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ഫീലിംഗാണ്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് എളുപ്പം ദേഷ്യം വരുമായിരുന്നു, അതെല്ലാം മാറി. ആരെ ഫ്രണ്ടിൽ കണ്ടാലും എനിക്കപ്പോൾ അവരോട് സ്നേഹമുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പൈസ തരാനുള്ളവരുണ്ടായിരുന്നു, അതുപോലും എനിക്ക് കിട്ടാൻ എനിക്ക് അവരോട് ചോദിക്കുമ്പോൾ നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കറിയാം അമ്മ അല്ല എൻ്റെ അപ്പം കറക്റ്റായിട്ട് എനിക്ക് കറക്റ്റ് പൈസ തരുമെന്ന്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ എനിക്ക് പൈസ അമ്മ തരുള്ളൂ. കൂടുതൽ പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചിലവാക്കി കളയും. അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് കൊണ്ടുതരും, ഞാൻ പറയാതെ തന്നെ. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം.